മാത്യു സാമുവൽ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഇന്ത്യയിൽ ബാൻ ആയിരിക്കുകയാണ്. ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒരുപാട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം നല്ലൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു. ഇദ്ദേഹം നേരത്തെ ഒരു നല്ലൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു. അതുപോലെ തന്നെ തേൽഹ എന്ന് പറയുന്ന മാധ്യമത്തിന്റെ സബ് എഡിറ്റർ ആയിരുന്നു. ഒരുപാട് സ്പൈ ക്യാമ്പ് ഓപ്പറേഷനുകളിൽ പങ്കെടുക്കുകയും അത് വളരെ നല്ല രീതിയിൽ സക്സസ് ആകുകയും ചെയ്ത ഒരാളാണ്. നേരത്തെ ഇയാളുടെ വാർത്തകൾ, അതായത് ഇയാളുടെ ന്യൂസ് യൂട്യൂബിൽ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യമേ തൊട്ട് എനിക്കറിയാമായിരുന്നു. വളരെ പെട്ടെന്ന് ഗ്രോത്ത് ആയ ഒരു യൂട്യൂബ് ചാനലാണ്. ഒരുപാട് വിദേശ മാധ്യമങ്ങൾ പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ, അതായത് ജിയോ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, ലോക്കൽ ഡൊമസ്റ്റിക് ആയിക്കോട്ടെ, ഇതിനെക്കുറിച്ച് നല്ല വിശകലനം ചെയ്ത് പറയുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇങ്ങനൊരു കാര്യം സംഭവിച്ചതിൽ എനിക്ക് ഇച്ചിരി വിഷമമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയുടെ 5 എയർക്രാഫ്റ്റ് പാകിസ്ഥാൻ വെടിവെച്ചിട്ടു. അതുമാത്രമല്ല F-16 എന്ന് പറയുന്ന അമേരിക്കൻ നിർമ്മിത ജെറ്റ് എയർക്രാഫ്റ്റ് അത് ഫോളോ ചെയ്ത് വന്നിട്ട് ഈ 5 വിമാനങ്ങൾ അടിച്ചിട്ടു എന്നാണ് ഇദ്ദേഹത്തിന് ന്യൂസിൽ പറയുന്നത്. ഒരു വാർ നടക്കുമ്പോഴേ അത് അറിയത്തുള്ളൂ. ചുമ്മാ ഒരു വിമാനം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. വാർ ഫ്രണ്ടിൽ പോയിട്ട് ഒരു ആക്ഷൻ നടത്തണം. എന്നാൽ മാത്രമേ ഒരു വിമാനം എത്രത്തോളം യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന രീതിയിലൊക്കെയാണ് ഇദ്ദേഹം പറയുന്നിരിക്കുന്നത്. ഒരുപാട് മാധ്യമങ്ങളിൽ, അതായത് വിദേശ മാധ്യമങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 5 വിമാനങ്ങൾ അല്ലെങ്കിൽ 7 വിമാനങ്ങൾ പല രീതിയിൽ പല ചർച്ചകളാണ് നടക്കുന്നത്. പക്ഷേ ഇതൊന്നും കൺഫേം അല്ല. ഇത് പാകിസ്ഥാൻ അവകാശപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും കൺഫേം അല്ല. പക്ഷേ ഇദ്ദേഹം സംസാരിച്ചത് ഇതെല്ലാം സംഭവിച്ച രീതിയിലാണ്. അപ്പം നമ്മുടെ ദേശത്തിനെതിരെ സംസാരിക്കുകയും നമ്മുടെ പട്ടാളക്കാരെതിരെ സംസാരിക്കുകയും മിലിറ്ററിക്കെതിരെ സംസാരിക്കുന്ന രീതിയിൽ ഒരുപാട് പേർക്ക് ഫീൽ ആയതിനെ തുടർന്ന് ഒരുപാട് കംപ്ലയിൻറ്റ്സ് ചെല്ലുകയും മേജർ രവിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു ആക്ഷൻ മുഖേന ഇദ്ദേഹത്തിൻ്റെ ചാനൽ ഇന്ത്യയിൽ ബാൻ ആകുകയുമാണ് ചെയ്തത്. താങ്ക് യു.